ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതിൻ്റെ കൂടെ ഫ്രിഡ്ജ് ഓർഗനൈസർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രിഡ്ജ് ഒരുപാട് മെസ്സി ആയിട്ടാണുള്ളത്. അപ്പോൾ ആദ്യം ഇതിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ സൈഡിലൊക്കെ മെയിനായിട്ട് ഈ വേസ്റ്റൊക്കെ സൈഡിലാണ്, ഇതുപോലെ ആ റബ്ബറുള്ള സ്ഥലത്താണ് മെയിനായിട്ട് വേസ്റ്റൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ചെറിയൊരു ബ്രഷ് വെച്ച് സൈഡിലൊക്കെ നന്നായി ഇതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു ബ്രഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലീൻ ആക്കാനും നല്ല ഈസി ആയിരിക്കും. തന്നെ സ്പോഞ്ച് കൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്പോഞ്ചിൻ്റെ ക്ലോത്ത് വെച്ച് നല്ലോണം തുടച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞു കിട്ടും. നമ്മൾ തുണി വെച്ച് തുടക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലൊരു യൂസായിട്ടുള്ള ഒരു സ്പോഞ്ചാണിത്. ഇപ്പോൾ ഫ്രിഡ്ജ് ഇപ്പോൾ നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അടുത്ത ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഏറ്റവും യൂസ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പിലുള്ള ബോക്സുകളാണ്. ഇങ്ങനത്തെ മാത്രമുള്ള ഒരുപാട് ബോക്സുകൾ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഷാർജയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ബോക്സ്. അപ്പോൾ വെജിറ്റബിൾസ് വെക്കാൻ നമുക്ക് എടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും.
അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഫ്രീസറാണ്, നെക്സ്റ്റ് സൈഡിലാണ് ഫ്രിഡ്ജ് വരുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാം ക്ലീനിങ്ങും ഓർഗനൈസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തട്ട് മാത്രം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തട്ട് ഒഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.